ബജറ്റ് പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായും വകുപ്പ് മന്ത്രി തന്നെ അതിനെതിരെ പറയുമ്പോൾ ഒരു മുന്നണിയിലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് അതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും കാത്തിരുന്ന് കാണണം. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി സ്വാഭാവികമായും പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികരിക്കേണ്ടി വരും. അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. ഞാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട വക്താവല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല. മതസംഘടനകൾ എന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ മദ്യം കഴിക്കുന്ന ആളുകളുണ്ട്, നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ വ്യാപനത്തിനെതിരെ നമ്മൾ സ്വാഭാവികമായും പ്രതികരിക്കേണ്ടി വരും. തൂഫാനിൽ നമ്മൾ സഹകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു നല്ല കാര്യമാണ്. ഈ ഓപ്പറേഷൻ തൂഫാനിൽ ജാതി മത സംഘടന നോക്കാതെ എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ. അതേ വികാരം തന്നെയാണല്ലോ മദ്യവ്യാപനത്തിനും എല്ലാവർക്കും ഉണ്ടാവുക. അത് രണ്ടും പാരലായി പോകേണ്ട കാര്യങ്ങളാണ്. ഒന്നൊന്നിനും വിഘാതമാക്കാൻ പാടില്ല. തൂഫാന്റെ പ്രസക്തി നഷ്ടപ്പെടാൻ പാടില്ല. തൂഫാൻ മയക്കുമരുന്ന് മേഖലയിലാണ്, സിന്തറ്റിക് ആയിട്ടുള്ള മറ്റു മയക്കുമരുന്നുകളുടെ മേഖലയിലാണ്. ഇത് കഴിക്കുന്ന മദ്യം പോലുള്ളതാണ്. രണ്ടും സത്യത്തിൽ ലഹരിയാണ്. ലഹരി എന്ന ഇനത്തിൽ രണ്ടും പെടും. അവ രണ്ടിനെയും ഒരുപോലെ കാണണം.